നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MDMAയുമായി പിടികൂടിയപ്പോൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട യുവാവ് അറസ്റ്റിൽ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് അഷ്റഫാണ് അറസ്റ്റിലായത്. നുള്ളിപ്പാടി ദേശീയപാതയിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തം. സമരത്തിൽ പങ്കെടുത്ത പ്രതിഷേധക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി. SSFന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ഫെബ്രുവരി 1 കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തും. ജോയിന്റ് കൌൺസിൽ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. വിന്റേജ് വാഹനങ്ങളുടെ ആവേശക്കാഴ്ചയുമായി ഓട്ടോമാനിയ പ്രദർശനം. കാസർഗോഡ് ഗവൺമെന്റ് ITIയിലായിരുന്നു പ്രദർശനമൊരുക്കിയത്. CPIM ജില്ലാ സമ്മേളനം. രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച നാടൻ കലാമേള ശ്രദ്ധേയമായി. നാരമ്പാടി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠ, അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും വാർഷികോത്സവവും ഫെബ്രുവരി 2 മുതൽ 16 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. MDMAയുമായി പിടികൂടിയപ്പോൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട യുവാവ് അറസ്റ്റിൽ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് അഷ്റഫാണ് അറസ്റ്റിലായത്. തലപ്പാടിയിൽ നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. MDMA പിടികൂടുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട യുവാവ് ഒടുവിൽ പിടിയിൽ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് അഷ്റഫാണ് അറസ്റ്റിലായത്. മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ A സന്തോഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ അനീഷ്, സ്ക്വാഡ് അംഗങ്ങളായ CPO സുഭാഷ്, സജീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ തലപ്പാടിയിൽ വെച്ച് പിടികൂടിയത്. ഡിസംബർ 15 രാവിലെ 8:30 കാറിൽ മുഹമ്മദ് അഷ്റഫ് ഉൾപ്പെടെയുള്ള 4 പേർ ലഹരിമരുന്ന് കടത്തുന്നതിനിടെ പൊയിനാച്ചി ടൗണിൽ കുഴൽക്കിണർ ലോറി കുറുകെയിട്ട് വാഹനം തടഞ്ഞ് ഡാൻസ് ഓഫ് അംഗങ്ങളും മേൽപ്പറമ്പ് പോലീസും ഇവരെ പിടികൂടിയിരുന്നു. എന്നാൽ അന്ന് മുഹമ്മദ് അഷ്റഫ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ഹക്കീം, കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ റാഷിദ്, മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. 50 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്. രക്ഷപ്പെട്ട അഷ്റഫ് ബേക്കൽ DYSP VV മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ DYSP സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്നാണിപ്പോൾ തലപ്പാടിയിൽ നിന്നും ഇയാൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നുള്ളിപ്പാടി ദേശീയപാതയിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തം. നിർമ്മാണ പ്രവൃത്തി സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും തടഞ്ഞു. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നുള്ളിപ്പാടിയിൽ ദേശീയപാതയിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സമരസമിതി. നിർമ്മാണ പ്രവൃത്തികൾ ഇന്നും സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഹൈക്കോടതി വിഷയം 6-ാം തീയതി പരിഗണിക്കുവാനിരിക്കെയാണ് വീണ്ടും നിർമ്മാണ പ്രവർത്തനവുമായി കരാർ കമ്പനി എത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ സമരത്തിൽ പങ്കെടുത്തു. പിന്നീട് ഇവരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി. തഹസിൽദാർ വരണ്ട് കൊണ്ടുപോകാൻ പാടില്ല. തഹസിൽദാർ വരണ്ട് വണ്ടി കൊണ്ടുപോകാൻ പാടില്ല. തഹസിൽദാർ വെച്ച് ഞങ്ങൾ ആവശ്യത്തിന് ഞങ്ങൾ സമരത്തിന് നിങ്ങൾ വണ്ടി
അനിൽ ചെന്നിക്കര, വരപ്രസാദ്, ഹാരിസ്, എം ലളിത എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ദേശീയപാത നിർമ്മാണം കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നുള്ളിപ്പാടി പ്രദേശവാസികൾ നേരിടുന്നത്. അടിപ്പാത കിട്ടിയില്ലെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് എത്തുവാൻ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വർഷമായി തുടരുന്ന സമരം വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജപ്തി ഭീഷണിയെ തുടർന്ന് കണ്ണീരോടെ കഴിയുകയായിരുന്ന മീഞ്ച ബാളിയൂരിലെ കുടുംബത്തിന് ആശ്വാസം. എൻഡോസൾഫാൻ ദുരിതബാധിതയായ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ കടബാധ്യത AKM അഷ്റഫ് MLA ഏറ്റെടുത്തു. ബാധ്യത എത്ര തന്നെയാണെങ്കിലും അത് മുഴുവൻ അടച്ചു തീർക്കുമെന്ന് MLA കുടുംബത്തിന് ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസമാണ് മീഞ്ച പഞ്ചായത്തിലെ ബാളിയൂരിലെ എൻഡോസൾഫാൻ ദുരിതബാധിതയായ തീർത്ഥയുടെ കുടുംബത്തിന്റെ വീടും സ്ഥലവും ലേലത്തിൽ വെച്ചിട്ടുള്ളതായി അറിയിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് വീടിന് മുന്നിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി, കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. ഇതിനിടയിലാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് തീർത്ഥയുടെ വീട് സന്ദർശിച്ച് കടബാധ്യത ഏറ്റെടുക്കുമെന്ന് അറിയിച്ചത്. ബാങ്ക് അധികൃതരുമായി സംസാരിച്ച് പരമാവധി ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇളവ് നൽകാമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബാധ്യത എത്ര തന്നെയാണെങ്കിലും അത് മുഴുവൻ അടച്ചു തീർക്കുമെന്ന് MLA അറിയിച്ചു. AKM അഷ്റഫ് MLAയുടെ നടപടിയെ നാട്ടുകാർ സ്വാഗതം ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടറെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ച യുവാവ്. ജീപ്പിന്റെ സൈഡ് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ച യുവാവ് പോലീസിന് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇയാൾ ഉൾപ്പെടെ 3 അംഗ സംഘമാണ് വെള്ളരിക്കുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യലഹരിയിൽ അനാവശ്യ കുഴപ്പങ്ങളുണ്ടാക്കിയത്. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. വണ്ടി ഓടിച്ചു മറ്റെല്ലാം ഉണ്ടാക്കണമല്ലോ. നീ എവിടെ കയറുന്നുണ്ടോ? നീ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ? ഈ പാവപ്പെട്ട ഓടിച്ചു ഓടിക്കുന്ന രംഗത്ത് നീ കുറെ കയറുന്നുണ്ടല്ലോ. ബുധനാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് വെള്ളരിക്കുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യലഹരിയിൽ 3 പേർ അനാവശ്യ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത്. ഇതിലൊരാളായ പ്ലാച്ചിക്കര സ്വദേശി ജയകൃഷ്ണനെ വെള്ളരിക്കുണ്ട് ഇൻസ്പെക്ടർ TK മുകുന്ദൻ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം തടയുവാൻ ശ്രമിച്ചിരുന്നു. പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ ജയകൃഷ്ണനെ പോലീസ് ജീപ്പിൽ കയറ്റി. ഇതിനിടയിൽ കൂടെയുണ്ടായിരുന്ന മറ്റു 2 പേർ ഇത് തടയുവാൻ ശ്രമിച്ചു. പോലീസ് ജീപ്പിൽ കയറിയ ജയകൃഷ്ണൻ ജീപ്പിന്റെ സൈഡ് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചു. കൂടാതെ ഇൻസ്പെക്ടർക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും പോലീസിന് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തു. അത് വണ്ടി താഴാക്കി വെച്ചില്ലേ സാറിനെ കാണാനല്ലോ പറഞ്ഞു. എന്നെ പുറത്തിറക്കാൻ പറ്റാത്ത കേസിൽ മാത്രം നിങ്ങൾ മാത്രം ഞാൻ പറയാൻ കാരണം പറഞ്ഞല്ല. എന്നെ പുറത്തു വിട്ടാലേ. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് ജയകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ ബാക്കി 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കെതിരെ പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർദ്ധിച്ചു വരുന്ന ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ SSF പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫെബ്രുവരി 1 കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തും. ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗവും വിതരണവും വ്യാപകമാകുകയും സൈബർ തട്ടിപ്പുകൾ നിരന്തരമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ SSF അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രക്ഷോഭങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്.
ഇതിന്റെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഫെബ്രുവരി 1 ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാർച്ചിന് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും. സംസ്ഥാന സെക്രട്ടറി മുനവർ അമാനി കണ്ണൂർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി അഭിവാദ്യം ചെയ്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ SSF പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഫെബ്രുവരി 1 ജില്ലാ പോലീസ് മേധാവി ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്താനിരിക്കുന്നു. രാവിലെ 10 ഉളിയത്തടുക്ക SP നഗറിൽ നിന്നാരംഭിക്കുന്ന SP ഓഫീസ് മാർച്ചിന് ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകും. ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി ബാദുഷാ സുറൈജി, സെക്രട്ടറിമാരായ ഫയാസ് പട്ല, ഇർഷാദ് കളത്തൂർ, മുർഷിദ് പുളിക്കൂർ, ഹാഫിൽ അബ്ദുല്ല ഹിമമി, സക്കരിയ അഹ്സനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ GST വകുപ്പിലെ ജീവനക്കാരനായ അക്ഷയ് കുമാറിന് ആദ്യ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. സിവിൽ സർവീസിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജോയിന്റ് കൗൺസിൽ പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ മുഴുവൻ ജീവനക്കാരും ജോയിന്റ് കൗൺസിൽ അംഗങ്ങളാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പിന്നെ സെറ്റോക്കാർ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഒരു NPSകാരോ അങ്ങനെയുള്ള ഒരു സംഘടനകളോ ഒരു കൂട്ടായ്മയോ ഒന്നും അവർക്ക് യാതൊരു പിന്തുണയും പ്രഖ്യാപിച്ച് മുന്നോട്ട് ഇത്ര പ്രചരണം നടത്തിയില്ല. കണ്ണൂർ ജില്ലയിൽ നമ്മൾ ആലോചിക്കേണ്ടത് NPSുമായി ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികൾ ഈ പണിമുടക്കമായ ദിവസങ്ങളിൽ ഒരു പ്രകടനം നടത്തുമ്പോൾ അവരെ ആക്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സർക്കാർ ജീവനക്കാർക്കെന്നത് ചില ഒരു മര്യാദയില്ല. അപ്പോൾ ആ തരത്തിൽ പല സ്ഥലത്തുകളും ഇങ്ങനെ അക്രമങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടു. നമുക്കൊന്നേ പറയാനുള്ളത്, ഇങ്ങനെയൊന്നും കേരളത്തിലെ ജീവനക്കാരെ പേടിപ്പിച്ച് പണിമുടക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ സമരങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ആർക്കും കഴിയില്ല എന്ന് മാത്രമേ നിങ്ങൾ ഓർമ്മിക്കാറുള്ളൂ. ജില്ലാ സെക്രട്ടറി CK ബിജുരാജ്, പ്രസിഡന്റ് E മനോജ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ P ദിവാകരൻ, പ്രസാദ് കരുവളം, G സുരേഷ് ബാബു, PP പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T റിജേഷ്, വിദ്യാനഗർ മേഖലാ പ്രസിഡന്റ് നിഷ PV, മേഖലാ സെക്രട്ടറി രമേശ് KT, കാസർഗോഡ് മേഖലാ സെക്രട്ടറി KV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് ITIയിലെ മെക്കാനിക് ട്രേഡുകളുടെ ആഭിമുഖ്യത്തിൽ ഓട്ടോമാനിയ എന്ന പേരിൽ സംഘടിപ്പിച്ച വിന്റേജ് വാഹനങ്ങളുടെയും സാങ്കേതിക ഉപകരണങ്ങളുടെയും പ്രദർശനം ശ്രദ്ധേയമായി. പരിപാടിയുടെ ഭാഗമായി ക്വിസ് മത്സരവും നടന്നു. വേൾഡ് ഓട്ടോമൊബൈൽ ഡേയോടനുബന്ധിച്ച് കാസർഗോഡ് ഗവൺമെന്റ് ITIയിലെ മെക്കാനിക് ട്രേഡുകളുടെ ആഭിമുഖ്യത്തിൽ ഓട്ടോമാനിയ എന്ന പേരിൽ വിന്റേജ് വാഹനങ്ങളുടെയും സാങ്കേതിക ഉപകരണങ്ങളുടെയും പ്രദർശനവും ക്വിസ് മത്സരവും നടന്നു. നിരവധി പേരാണ് പ്രദർശനം വീക്ഷിക്കുവാനെത്തിയത്. പരിപാടി വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചതായി ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ വിജീഷ് KT പറഞ്ഞു. കാസർഗോഡ് ഗവൺമെന്റ് ITI ഓട്ടോമൊബൈൽ വേൾഡ് ഡേയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു എക്സ്പോ ആണ് ഓട്ടോമാനിയ എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത്. MD ട്രേഡുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ്. വളരെയേറെ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ ഒരു പ്രാക്ടിക്കൽ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ AMVയുടെ ക്ലാസ്സുകൾ, RTO തലത്തിലുള്ള ക്ലാസ്സുകൾ, കുട്ടികൾക്ക് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവിധ പരിപാടികളിലൂടെ ഈ ഓട്ടോമാനിയ എന്ന പരിപാടി ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ചെറിയൊരു എക്സ്പോ കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ കാസർഗോഡ് RTO എൻഫോഴ്സ്മെന്റ് MVI റജി കുര്യാക്കോസ് നേതൃത്വം നൽകി. AMVIമാരായ പ്രവീൺ കുമാർ, ജയരാജ് തിലക് എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർമാരായ ജിജേഷ് KP, നഹാസ്, ചന്ദ്രശേഖരൻ KV എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒബർല ബേക്കൂർ നൂറുൽ ഹുദ വിമൻസ് ശരീഅത്ത് കോളേജിലെ ഫാളില പഠനം പൂർത്തിയാക്കിയവർക്കുള്ള 1ാം സന്നദ്ധാന സമ്മേളനം നടന്നു. ബേക്കൂർ സി പാലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം MT അബ്ദുല്ല മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഒബർല ബേക്കൂർ നൂറുൽ ഹുദ വിമൻസ് ശരീഅത്ത് കോളേജിൽ ഫാളില പഠനം പൂർത്തിയാക്കിയവർക്കുള്ള 1ാം സന്നദ്ധാന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും CSWC ചെയർമാനുമായ MT അബ്ദുല്ല മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വലിയ സാധ്യതകൾ കണ്ടെത്തുന്ന പുതിയ കാലത്ത് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ആരംഭിച്ച ഫളീല കോഴ്സുകൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായ ഒന്നാണെന്ന് MT അബ്ദുല്ല മുസ്ലിയാർ പറഞ്ഞു.
ചെയർമാൻ അബ്ദുൾ മജീദ് ധാരമി പയ്യക്കി അധ്യക്ഷത വഹിച്ചു. AK അഷ്റഫ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. സുലൈമാൻ ഫൈസി ചുങ്കത്തറ സന്നദ്ധാന പ്രഭാഷണം നടത്തി. അബൂബക്കർ റോയൽ ബൊള്ളാർ പദ്ധതി വിശദീകരണം നടത്തി. UK സൈഫുള്ള തങ്ങൾ, സിറാജുദ്ദീൻ ഫൈസി ചേരാൽ, മുഹമ്മദ് ഫൈസി കജ, ഫാറൂൺ അസ്ഹനി, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ്, TA മൂസ, അസീസ് മെരിക്കെ തുടങ്ങിയവർ സംസാരിച്ചു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. തപാൽ പെട്ടിയുടെ മാതൃകയൊരുക്കി നായന്മാർ മൂല TAHSSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ഹെഡ്മാസ്റ്റർ PK അനിൽകുമാർ കത്തെഴുതി പോസ്റ്റ് ചെയ്ത് തപാൽ പെട്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തപാൽ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ ധാരണകൾ ഊട്ടിയുറപ്പിക്കാൻ തപാൽ പെട്ടിയുടെ മാതൃകയൊരുക്കി നായന്മാർ മൂല TAHSSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ. 4ാം ക്ലാസ്സിൽ പരിസര പഠനത്തിൽ വാർത്താവിനിമയ മാധ്യമങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ തപാൽ പെട്ടി നിർമ്മിച്ചത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ PK അനിൽകുമാർ കത്തെഴുതി പോസ്റ്റ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപിക ഷേളി തപാൽ സംവിധാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. കുട്ടികൾ പോസ്റ്റ് കാർഡുകളിൽ എഴുതിയ കത്തുകൾ തപാൽ പെട്ടികളിൽ നിക്ഷേപിച്ചു. തങ്ങളയച്ച കത്തുകൾ മേൽവിലാസക്കാരൻ എത്തുന്നതും തങ്ങളെ തേടി കത്തുകൾ എത്തുന്നതും കാത്തിരിക്കുകയാണിപ്പോൾ ഈ 4ാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA കുവൈറ്റ് ഖൈത്താൻ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും സ്നേഹസംഗമവും രാജധാനി പാലസിൽ നടന്നു. KEA ചെയർമാൻ ഖലീൽ അടൂർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA കുവൈത്ത് ഖൈത്താൻ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും സ്നേഹസംഗമവും രാജധാനി പാലസിൽ നടന്നു. KEA ചെയർമാൻ ഖലീൽ അടൂർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജനറൽ സെക്രട്ടറി അഷ്റഫ് കോളിയടുക്കം പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഖാലിദ് പള്ളിക്കര സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർമാരായ റഹീം ആരിക്കാടി, അഷ്റഫ് കൂച്ചാനം എന്നിവരുടെ സാന്നിധ്യത്തിൽ 2025-26 വർഷത്തെ ഭാരവാഹികളായി ഹമീദ് യസമിനെ പ്രസിഡന്റായും രാജേഷ് പരപ്പയെ ജനറൽ സെക്രട്ടറിയായും കബീർ മഞ്ഞമ്പാറയെ ട്രഷററായും അഷ്റഫ് കോളിയടുക്കത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും കുത്തുബുദ്ദീൻ, ഖാലിദ് പള്ളിക്കര, താജുദ്ദീൻ BK എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കുമാർ പുല്ലൂർ, മുനീർ ബലക്കാട്, അനൂപ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. അഡ്വൈസറി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ജീവകാരുണ്യ പ്രവർത്തകനായ കൈത്താൻ ഏരിയയുടെ വൈസ് പ്രസിഡന്റ് കബീർ മഞ്ഞപ്പാറയെ ഏരിയ കമ്മിറ്റി മെമൻഡോ നൽകി ആദരിച്ചു. പ്രമുഖരെയും ചടങ്ങിൽ ആദരിച്ചു. സ്നേഹസംഗമത്തിൽ നൌഷാദ് തിഡിലിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന് നടന്നു. മുരളി മേലോത്ത്, ശ്രീനിവാസൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കുട്ടികളുടെ നൃത്തം പരിപാടിക്ക് മാറ്റുകൂട്ടി. സലാം കളനാട് നേതൃത്വം നൽകിയ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. രാജേഷ് പരപ്പ സ്വാഗതവും കബീർ മഞ്ഞപ്പാറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാരമ്പാടി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും വാർഷികോത്സവവും ഫെബ്രുവരി 2 മുതൽ 16 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാരമ്പാടി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകം ഫെബ്രുവരി 2 മുതൽ 10 വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശ് തന്ത്രിവാര്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. ഫെബ്രുവരി 11 മുതൽ 16 വരെയുള്ള തീയതികളിൽ വാർഷിക ഉത്സവവും വിവിധ വൈദിക സാംസ്കാരിക പരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ പുനരുദ്ധാരണം, അതുപോലെ തന്നെ നവീകരണ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകം ഫെബ്രുവരി 2 മുതൽ 10 വരെ നടക്കുകയാണ്. അതിൽ 7-ാം തീയതി മഹാദേവൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ദേവന്മാരുടെ പ്രതിഷ്ഠ, 10-ാം തീയതി കലശാഭിഷേകം, 11-15 വരെ ഉത്സവം, 16-ാം തീയതി ഇത് ആദ്യമായിട്ടാണ് ഇല്ലെങ്കിൽ ധൂമാവതി ദൈവത്തിന് തമ്പിൽ നടന്നുകൊണ്ടുള്ളത്. ഈ വർഷം മുതൽ കോലം നർത്തസേവ നടക്കുന്നുണ്ട്. ബ്രഹ്മകലശാഭിഷേകം കമ്മിറ്റി പ്രസിഡന്റ് നിത്യാനന്ദ ഷേണായി, ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ മാസ്റ്റർ നാരമ്പാടി, ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഭട്ട് തലേഖ്, ട്രഷറർ സീതാരാമ കുഞ്ചത്തായ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ പ്രമോദ് മുണ്ടോലുമൂലെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാടൻ കലാമേള ശ്രദ്ധേയമായി. സഖാവ് VP പ്രശാന്ത് നഗറിൽ സംഘടിപ്പിച്ച കലാമേള CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPIM
കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPIM രാവണീശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണോട്ട് റെഡ് സ്റ്റാർ ക്ലബ്ബ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സഖാവ് VP പ്രശാന്ത് നഗറിൽ സംഘടിപ്പിച്ച നാടൻ കലാമേള ഒരു നാടിന്റെയാകെ ഉത്സവമായി മാറി. പൂരക്കളിയും മംഗലംകളിയും നാട്ടിപ്പാട്ടും നാടൻപാട്ടും തിരുവാതിരയും നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ചപ്പോൾ പരിപാടി വീക്ഷിക്കാൻ നാടാകെ ഒഴുകിയെത്തി. പൂക്കളെ ചതച്ചരച്ച ഗാനമേ വാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ നാടൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി K രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ട് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെയും മോണോ ആക്ട് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ സതയ കൃഷ്ണനെയും നാടൻപാട്ട് പരിശീലകൻ രവി വാണിയമ്പാറയെയും KP സതീഷ് ചന്ദ്രൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ സമ്മേളന സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M പോക്ലൻ, K സബീഷ്, P കൃഷ്ണൻ, P ശകുന്തള, O മോഹനൻ, T ശശിധരൻ, MG പുഷ്പ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ T രാജൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K ശശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോർക്കാടിയിലെ കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്ററിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുരുമുളക് കൃഷിയെക്കുറിച്ചും കീടരോഗങ്ങളുടെ കാര്യത്തിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായുള്ള ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. ആധുനിക കീടരോഗ നിയന്ത്രണ രീതി, പുതിയ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ, ജൈവ വൈവിധ്യത്തെ അവഗണിക്കാതെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ എന്നിവ പരിചയപ്പെടുത്തിയും കുരുമുളക് കൃഷിയുടെയും കീടരോഗങ്ങളുടെയും കാര്യത്തിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ പരിചയപ്പെടുത്തിയും കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്റർ വോർക്കാടിയിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ശ്രദ്ധേയമായി. സെന്റർ ഹെഡ് പ്രൊഫസർ ഡോക്ടർ രമേശ ബാരിക്കാടിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ശില്പശാല നടന്നത്. ശില്പശാലയിൽ കുരുമുളക് കൃഷിയുള്ള 30-ൽ പരം കർഷകർ പങ്കെടുത്ത് പരിശീലനം നേടി. ദീർഘകാലമായി തടസ്സമായിരുന്ന കീടരോഗങ്ങൾ പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ നിയന്ത്രിക്കുവാൻ കഴിയുന്നവയായി മാറിയതായി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയവർ വ്യക്തമാക്കി. അഭിജിത്ത് സ്വാഗതം പറഞ്ഞു. ഫൈസ് പ്രഭാഷണം നടത്തി. ഈ ശില്പശാല ജില്ലയുടെ കുരുമുളക് കൃഷി മേഖലയിലെ മികച്ച മാറ്റങ്ങൾക്ക് പാതയൊരുക്കുന്ന തുടക്കമായി മാറി. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പൊളതവറ യാനെ ഗട്ടി സമാജ ദുബായ് UAE ആഭിമുഖ്യത്തിൽ ഭക്തിയുടെ നിറവിൽ സത്യനാരായണ പൂജ നടന്നു. കറാമയിലെ SNG ഇവന്റ്സ് ഹാളിൽ സംഘടിപ്പിച്ച പൂജാ ചടങ്ങിൽ പൊളതവറ യാനെ ഗട്ടി സമാജ അംഗങ്ങൾ ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുത്തു. SBB ടീമിന്റെ ബാൻഡ് മേളം, ശ്രീ രാജരാജേശ്വരി ഭജന വൃന്ദത്തിന്റെ ഭജന എന്നിവയും സത്യനാരായണ പൂജയുടെ ഭാഗമായി നടന്നു. പൊളതവറ യാനെ ഗട്ടി സമാജ ദുബായ് UAE ആഭിമുഖ്യത്തിൽ സത്യനാരായണ പൂജ നടന്നു. കറാമയിലെ SNG ഈവൻസ് ഹാളിൽ ഭക്തിയുടെ നിറവിൽ നടന്ന പൂജാ ചടങ്ങിൽ പൊളതവറ യാനെ ഗട്ടി സമാജ അംഗങ്ങൾ ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുത്തു. രാജേഷ് കുത്താർ, പ്രസന്നകുമാർ ഗട്ടി, അശോക ഗട്ടി പറക്കില, രാജേഷ് ഗട്ടി നായിക്ക, പ്രസാദ് ഗട്ടി, മനോജ് ബങ്കേര, രവി ഗട്ടി കുമ്പള, ചരൺ ഗട്ടി, സുഷ്മിത അശോക് ഗട്ടി, ഗ്രീഷ്മ രാജേഷ് ഗട്ടി, കിഷോർ ബങ്കേര കുമ്പള, അശ്വിജ കിഷോർ ഗട്ടി, ജാൻവി ഗട്ടി, ശ്രുതി, യതീഷ് ഗട്ടി, രാജേഷ് ഗട്ടി, ധനഞ്ജയ ഗട്ടി, ദിനേശ് CK, രവീന്ദ്ര ഗട്ടി മംഗളൂർ, ഋതിക് ഗട്ടി കുമ്പള എന്നിവർ സംബന്ധിച്ചു.
സത്യനാരായണ പൂജയ്ക്ക് ശേഷം മഹാപ്രസാദ വിതരണം നടന്നു. ദുബായ് UAEയിലെ SUB ടീമിൻ്റെ ബാൻഡ് മേളം, ശ്രീ രാജരാജേശ്വരി ഭജന വൃന്ദത്തിൻ്റെ ഭജന എന്നിവയും സത്യനാരായണ പൂജയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് ഗാന്ധിയൻ കുടുംബസംഗമം നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലിക്കോട് മണ്ഡലത്തിലെ 1-ാം വാർഡായ കണ്ണങ്കയിൽ ഒരുക്കിയ സജീവൻ നഗറിലാണ് പ്രഥമ ഗാന്ധിയൻ കുടുംബസംഗമം നടത്തിയത്. KPCC അംഗവും പ്രമുഖ വാഗ്മിയുമായ റിജിൽ മാക്കുറ്റി ഗാന്ധിയൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഗോഡ്സെയുടെ രാമനെയാണ് അവർ ആരാധിച്ചത് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ അയോധ്യ വരുന്ന ആ ഫൈസാബാദ് മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിനകത്ത് BJP വിജയിക്കുമെന്ന് കരുതി ആ മണ്ഡലത്തിൽ അയോധ്യ നിലനിൽക്കുന്ന ആ സ്ഥലത്ത് ജനങ്ങൾ പോലും BJPക്കെതിരായി വോട്ട് ചെയ്ത് BJPയെ പരാജയപ്പെടുത്തിയെങ്കിൽ ഉത്തർപ്രദേശിലാണ് BJP ഏറ്റവും ഉജ്ജ്വലമായ വിജയം നേടുന്നു എന്ന് അവർ കൊട്ടിഘോഷിച്ച ആ ഉത്തർപ്രദേശിൽ നിന്ന് BJP കനത്ത തിരിച്ചടി കൊടുത്തു എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നാടിന്റെ മതനിരപേക്ഷത എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഈ രാജ്യത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MP മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, AV കുഞ്ഞികൃഷ്ണൻ, KM വിജയൻ, C ചന്ദ്രൻ മാസ്റ്റർ, P ലീന, മല്ലക്കര ഭാസ്കരൻ, K ഉദയഭാനു, KV ദാമോദരൻ, TV കുഞ്ഞികൃഷ്ണൻ, സുധീഷ് വടക്കേടത്ത്, PP ശ്രീജ, രമാരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാന്ധിയൻ ജനാധിപത്യ സങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടർ AM ശ്രീധരനും ആധുനിക ഇന്ത്യയിൽ ഗാന്ധിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്തും പ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ച ചടങ്ങിൽ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും പിതാക്കന്മാരായ സത്യനാരായണൻ, കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രശസ്ത നാടകകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന വാസു ചോറോഡിന്റെ 1-ാം ചരമവാർഷികം പുരോഗമന കലാസാഹിത്യ സംഘം വിപുലമായി ആചരിക്കും. 1ാമത് വാസു ചോറോഡ് സ്മൃതി പുരസ്കാര സമർപ്പണവും നടത്തും. ഫെബ്രുവരി 9-നാണ് പരിപാടി. നാടകകൃത്തും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന വാസു ചോറോഡിന്റെ 1-ാം ചരമവാർഷികം പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി 9-ന് വിപുലമായി ആചരിക്കും. 10,000 രൂപയും ഫലകവുമടങ്ങിയ 1ാമത് വാസു ചോറോഡ് സ്മൃതി പുരസ്കാരം നാടക സംവിധായകൻ V ശശിക്ക് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സംഘടനാ സെക്രട്ടറി MK മനോഹരൻ സമ്മാനിക്കും. EP രാജഗോപാലൻ അനുസ്മരണ ഭാഷണവും ചലച്ചിത്ര പ്രവർത്തകയും പ്രഭാഷകയുമായ ഗായത്രി വർഷ കലയും സമൂഹവും എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണവും നടത്തും. ചടങ്ങിന് മുൻപായി വൈകിട്ട് 4 മണിക്ക് വാസു ചോറോഡിന്റെ നാടകമായ റിസറക്ഷൻ റീഡിംഗ് തിയേറ്റർ രീതിയിൽ ഗംഗൻ IITയുടെ നേതൃത്വത്തിലുള്ള നാടക പ്രവർത്തകർ അവതരിപ്പിക്കും. 6-ന് V ശശി സംവിധാനം ചെയ്ത സംഘം പയ്യന്നൂരിന്റെ നാടക അവതരണവും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ PVK പനയാൽ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ജയചന്ദ്രൻ കുട്ടമത്ത, MP ശ്രീമണി, അഡ്വക്കേറ്റ് C ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ സ്റ്റുഡൻസ് ലെഡ് കോൺഫറൻസ് നടന്നു. കുട്ടികളുടെ മികവാർന്ന പ്രകടനം കൊണ്ട് കോൺഫറൻസ് ശ്രദ്ധേയമായി. ഒരു വർഷത്തെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിറിൽ സ്റ്റുഡൻസ് ലെഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. അടുത്ത അധ്യയന വർഷങ്ങളിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ശ്രുതി തരുൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഭവ്യ അധ്യക്ഷത വഹിച്ചു. വിദ്യാനികേതൻ ജോയിന്റ് സെക്രട്ടറി ഹിമ രാജീവൻ, ക്ഷേമസമിതി പ്രസിഡന്റ് ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MDMAയുമായി പിടികൂടിയപ്പോൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട യുവാവ് അറസ്റ്റിൽ. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് അഷ്റഫാണ് അറസ്റ്റിലായത്. നുള്ളിപ്പാടി ദേശീയപാതയിൽ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തം. സമരത്തിൽ പങ്കെടുത്ത പ്രതിഷേധക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി. SSFന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഫെബ്രുവരി 1-ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തും. ജോയിന്റ് കൌൺസിൽ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നു. സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു.
വാഹനങ്ങളുടെ ആവേശക്കാഴ്ചയുമായി ഓട്ടോമാനിയ പ്രദർശനം. കാസർഗോഡ് ഗവൺമെന്റ് ITIയിലായിരുന്നു പ്രദർശനം ഒരുക്കിയത്. CPIM ജില്ലാ സമ്മേളനം. രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച നാടൻ കലാമേള ശ്രദ്ധേയമായി. നാരമ്പാടി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠ, അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും വാർഷികോത്സവവും ഫെബ്രുവരി 2 മുതൽ 16 വരെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.